വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് പ്ലെയിനിൽ കയറിയാലോ? അതെ, നമ്മുടെ ചേലക്കരയിൽ പുതിയതായി തുടങ്ങിയ ഫെസ്റ്റ് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം എങ്ങനെയാ, പ്ലെയിനിൽ കയറല്ലേ? ഫസ്റ്റ്ലി സ്നോ തീമിൽ അട്രാക്റ്റീവായിട്ട് വെറൈറ്റി ഫ്ലവേഴ്സ് ഇൻക്ലൂഡഡ് ആക്കിയൊരു വിൻ്റർ ക്ലൈമറ്റ് ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റുന്ന പലതരം വെറൈറ്റി മീനുകളെയാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങൾക്കായിരിക്കും ഈ ഫെസ്റ്റ് കൂടുതൽ യൂസ്ഫുൾ ആവാം. പിള്ളേർ ഫുൾ വൈബായിരുന്നു. അവരിങ്ങനത്തെ മീനുകളെയും മൃഗങ്ങളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ട് ആസ്വദിച്ച് നടക്കാൻ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ കൂടുതലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലികളും തത്തകളൊക്കെയാണ് കൂടുതലായും കാണുന്നത്. ഇവിടെ നിന്ന് ഒരാൾ ഞങ്ങൾ പരിചയപ്പെട്ടു. അവൻ ആളൊരു അടിപൊളിയാണ്. ഫോട്ടോയ്ക്കൊക്കെ നന്നായി പോസ്റ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയാലോ ഞങ്ങൾ കരുതി, പക്ഷേ പറ്റില്ലല്ലോ. ലാസ്റ്റ് ഏരിയ പിന്നെ കുട്ടികളുടെ ഏരിയ ആണല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ വാശിയായി, അടിയായി, ഇടിയായി. പെഡൽ ബോട്ടിൽ കയറണം പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നടത്തി കൊടുക്കണം എന്നല്ലേ പറയുക, പക്ഷേ ഞങ്ങളത് നടത്തി കൊടുത്തില്ല. ആമിയുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടി ഡ്രാഗണിൽ ഒന്ന് കയറി കറങ്ങി. കിങ്ങിണീർ ഇത് വാട്ടർ ബോട്ടിൽ കയറി കളിച്ചു. പിള്ളേരുടെ എല്ലാം വാശി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത്. അവരെ പോലെ കുഞ്ഞിൽ ഞാനും കുറേ ഇങ്ങനെ വാശി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണല്ലേ. അവിടെ നിന്ന് നേരെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഫുഡി ടൈമിൽ കയറി. എന്ത് രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കറങ്ങാൻ പോകാനും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാനും അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ അടികൂടലും എല്ലാം കൂടെ നല്ലൊരു ചില്ലിങ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി വന്നു. എല്ലാവരും ആസ്വദിച്ച് കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.